ഹലോ ഗായ്സ്, വെൽക്കം അവർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞാനൊരു ചിക്കൻ സമൂസ ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ ചിക്കൻ സമൂസയ്ക്ക് വേണ്ടിയിട്ട് ചിക്കൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് ചിക്കനായിട്ട് എടുത്തിട്ടുള്ളത്, എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് നമ്മൾ പ്രത്യേകിച്ച് മസാലക്കൂട്ടൊന്നും ചേർക്കുന്നില്ല. ഇവിടെ ഞാൻ ചിക്കൻ വറുത്തിട്ടാട്ടോ ചിക്കൻ സമൂസ ഉണ്ടാക്കുന്നത്. ചിലവർക്ക് ഇങ്ങനെ കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടും സമൂസ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ വറുത്തിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്, സുർക്ക ഒഴിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് നമ്മളെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ വലിയ ഉള്ളിയായിട്ട് എടുത്തിട്ടുള്ളത്, സവോളയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ സവോളയൊക്കെ ചെറിയ പീസായിട്ടാട്ടോ അരിഞ്ഞെടുക്കുന്നത്. അതുപോലെ തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് പച്ചക്കറികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ അതിലോട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ടുണ്ട്, നമുക്ക് ക്രിസ്പി ആവണ്ട, ചെറുതായിട്ടൊന്ന് എല്ലാ ഭാഗവും ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. നമ്മൾ പിന്നെ അതേ എണ്ണയിലോട്ട് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർത്തിട്ടുണ്ട്. സവോള ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലോട്ട് തക്കാളിയും ചേർത്തിട്ടുണ്ട്. പിന്നെ സവോള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, ഒന്ന് വേഗം വഴറ്റാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കുത്തിയിട്ടുള്ള അതിൻ്റെ പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കാത്തിക്കുക. ഇത് നമ്മൾ കടിക്കുമ്പോൾ നമ്മൾ സവോളയുടെ ഇത് കിട്ടരുത്, നന്നായിട്ട് കുഴഞ്ഞ ലെവൽക്ക് ആവണം. പിന്നെ അതിലോട്ട് ഞാൻ മസാലകളൊക്കെ ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ നമ്മുടെ ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ നമ്മൾ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല മണത്തിനും നല്ല ടേസ്റ്റിനും വേണ്ടിയിട്ട് പെരിഞ്ജീരകം പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുള്ള ചിക്കൻ ഉണ്ടാവില്ലേ, അതൊന്ന് ഞാൻ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഇതുപോലെ കിട്ടുക കേട്ടോ. അപ്പോൾ അതും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ആ മസാലകളൊക്കെ നമ്മൾ ചിക്കനിലോട്ട് ആവുന്ന വിധം ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും ടാസ്ക് പിടിച്ച പണിയായിരുന്നു കേട്ടോ നമ്മുടെ സമൂസയുടെ ഷീറ്റ് മടക്കൽ. ഞാൻ കുറേ നോക്കിയിട്ടാണ് എനിക്ക് ഷീറ്റ് മടക്കാൻ വേണ്ടിയിട്ട് പഠിച്ചത്. കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടു നോക്കി, പക്ഷേ അതിലൊന്നും എനിക്ക് അവർ പറയണൊന്നും എങ്ങനെ മടക്കുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. ഈ മെത്തേഡിലാണ് എനിക്കത് മടക്കാനുള്ള പറ്റിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയോ കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് നമുക്ക് സമൂസയുടെ ഷേപ്പും കിട്ടുന്നുണ്ട്, പെട്ടെന്ന് സമൂസ ഉണ്ടാക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ അതേപോലെ ചെയ്തിട്ടുണ്ട്. രണ്ട് ഭാഗത്തേക്ക് മടക്കി നടുവിൽ മൈദയുടെ പേസ്റ്റാട്ടോ ഞാൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. സൈഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മൈദയും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മുടെ സമൂസയുടെ സൈഡിൽ ഒട്ടിച്ചിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. കുറച്ചധികം തന്നെ ഞാൻ സമൂസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ വറക്കുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മുടെ സമൂസ അതിലോട്ട് ഇടാൻ, എന്നാലാണ് നല്ലപോലെ കിട്ടുള്ളൂ. ഞാൻ അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ഇട്ടത് എണ്ണ അധികം ചൂടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇട്ടതൊക്കെ നന്നായി ചൂടായിട്ട് നല്ലതുപോലെ മൊരിഞ്ഞിട്ട് നന്നായിട്ട് അങ്ങോട്ട് ക്രിസ്പാവണ്ട, നല്ല കളർ ഗോൾഡൻ കളറൊന്നും ആവണ്ട. അപ്പോൾ ചെറിയൊരു കളറ് ഇങ്ങനെ ലൈറ്റായിട്ട് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളെല്ലാ ഫില്ലിങ്ങും ഓൾറെഡി വെന്തിട്ടാണ്. പിന്നെ നമ്മൾ സമൂസയുടെ ഷീറ്റൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ എണ്ണയിലിട്ടൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുന്നത്. കഴിച്ച എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ വലിയ സന്തോഷം. മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. കുറച്ചും കൂടി ഉണ്ടാക്കാമായിരുന്നു എന്ന് എനിക്ക് അപ്പോഴാണ് തോന്നിയത്. അപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് സമൂസ ഉണ്ടാക്കാൻ നല്ല പണിയാണെന്നൊക്കെ, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് സമൂസയുടെ ഷീറ്റ് മടക്കുമ്പോഴാണ് എനിക്ക് അത് പറ്റാതെ വന്നത്. പക്ഷെ എന്നാലും വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ മടക്കി. പിന്നെ വൈകുന്നേരത്താട്ടോ ഞാൻ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ അച്ഛൻ പണി മാറ്റി വരുമ്പോഴൊക്കെ കഴിച്ചപ്പോൾ അച്ഛനൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞത്.
പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കും വേണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.